അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കും. എന്നാൽ ആ പ്രവൃത്തിക്ക് പുതിയ അർത്ഥതലം കണ്ടെത്തിയതും ലോകത്തിന് കാട്ടിക്കൊടുത്തതും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ അപകടത്തിലാക്കുന്ന ആ പ്രവൃത്തി കാട്ടിയവർ ഇപ്പോൾ യഥാർത്ഥ രക്ഷാപ്രവർത്തനം സ്വയം ചെയ്യുകയാണ്. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയന് വേണ്ടി ഗൺമാന്മാർ നടത്തിയ ആ പ്രത്യേകതരം രക്ഷാപ്രവർത്തനം പുനരന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ വി.ഡി. സതീശൻ സർക്കാർ നിയോഗിച്ചപ്പോൾ തന്നെ CPM-നുള്ളിൽ അങ്കലാപ്പ് തുടങ്ങിയിരുന്നു. അന്വേഷിക്കാനെത്തുന്ന ആളെക്കുറിച്ചോർത്തുള്ള ബേജാറാണ് ആ അങ്കലാപ്പെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ചർച്ച AP ഷൗക്കത്ത് അലി എന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP കുറിച്ചാണ്. വളരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള, ഏറ്റെടുത്ത ഏത് കേസും തെളിയിച്ചിട്ടുള്ള ഒന്നാം തരം അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി എന്നത് മാത്രമല്ല CPM-ന് നെഞ്ചിടിപ്പേറ്റുന്നത്. മറിച്ച് എല്ലാ കാലത്തും CPM-ന്റെ കണ്ണിലെ കരടാണ് AP ഷൗക്കത്ത് അലി എന്ന SP ഷൗക്കത്ത് അലി. ഷൗക്കത്ത് അലി അന്വേഷിച്ച് തെളിയിച്ച TP ചന്ദ്രശേഖരൻ വധക്കേസ് മാത്രം മതി ഷൗക്കത്ത് അലിയുടെ റേഞ്ച് മനസ്സിലാകാനും CPM-ന് അദ്ദേഹത്തോടുള്ള പക മനസ്സിലാക്കാനും. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ നടു റോഡിലിട്ട് വളഞ്ഞു പിടിച്ചതിന്റെ ചുരുക്ക് വർഷങ്ങൾക്കിപ്പുറവും CPM-ന് മാറിയിട്ടില്ല. ആ ഒറ്റ സംഭവത്തിന്റെ പേരിൽ കഴിഞ്ഞ 10 കൊല്ലവും പ്രത്യേകിച്ച് വലിയ മികച്ച പദവികൾ ഒന്നും നൽകാതെ ഷൗക്കത്ത് അലിയെ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു പിണറായി സർക്കാർ. അന്വേഷണ മികവിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരമടക്കം നേടിയിട്ടുണ്ട് ഷൗക്കത്ത് അലി. അന്വേഷിച്ച കേസുകളെല്ലാം നമ്പർ 1 തെളിയിച്ച പാരമ്പര്യം. ആ പാരമ്പര്യത്തിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുരസ്കാരം നൽകി അനുമോദിച്ചത്. CPM-ന് ഷൗക്കത്ത് അലി എന്ന പോലീസ് ഉദ്യോഗസ്ഥനോടുള്ള വിരോധം തുടങ്ങുന്നത് 2012-ലെ TP ചന്ദ്രശേഖരൻ വധക്കേസ് മുതലാണ്. TP കേസിന്റെ സൂത്രധാരൻ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ നടു റോഡിൽ കാർ തടഞ്ഞ് വളഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത സംഭവം CPM-നുണ്ടാക്കിയ നാണക്കേട് ചില്ലറയൊന്നുമല്ല. മാത്രമല്ല TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കൊടിസുനി, കിർമാണി മനോജ്, ഷാഫി അടക്കമുള്ള പ്രതികളെ കണ്ണൂരിലെ മുടക്കോഴിമലയിലെ ഒളിസങ്കേതത്തിൽ ഇരച്ചുകയറി രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്തതും ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലായിരുന്നു. അന്ന് തലശ്ശേരി DYSP ആയിരുന്നു ഷൗക്കത്ത് അലി. ആ വൈരാഗ്യത്തിലാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ ഷൗക്കത്ത് അലിയെ ഒതുക്കിയതും മികച്ച ചുമതലകളോ പദവികളോ ഒന്നും നൽകാതെ 10 കൊല്ലത്തോളം ക്രൈംബ്രാഞ്ചിൽ കൊണ്ടിട്ടതും. 31 വർഷം മുൻപ് 1995-ലാണ് ഷൗക്കത്ത് അലി കേരള പോലീസിൽ സർവീസ് ആരംഭിക്കുന്നത്. SI ടെസ്റ്റ് എഴുതി 1ാം റാങ്കോടുകൂടി പാസ്സായി ഷൗക്കത്ത് അലി കേരള പോലീസ് സേനയുടെ ഭാഗമായി. 2014-ൽ ദേശീയ അന്വേഷണ ഏജൻസിയിലും എത്തി. NIA-യുടെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നാണ് ഷൗക്കത്ത് അലി അറിയപ്പെടുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസ്, കനമല കേസ്, തമിഴ്നാട്ടിലെ ഒട്ടേറെ ഭീകരവാദ കേസുകൾ, പാരീസ് ഭീകരാക്രമണ കേസിൽ ഫ്രഞ്ച് ഏജൻസികളുമായി ചേർന്നുള്ള അന്വേഷണം തുടങ്ങിയവ എല്ലാമാണ് ഷൗക്കത്ത് അലിയുടെ കരിയറിലെ എടുത്തു പറയേണ്ട കേസുകൾ. 2020-ലെ നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ ചുമതലയേറ്റെടുത്ത് 24 മണിക്കൂറിനുള്ളിൽ മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും അറസ്റ്റ് ചെയ്തതും ഷൗക്കത്ത് അലിയുടെ ഗ്രാഫ് ഉയർത്തി. 2016-ൽ CPM അധികാരത്തിൽ എത്തിയതോടെ ഷൗക്കത്ത് അലി NIA-യിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയി. വൈകാതെ IPS ലഭിച്ചു. പിന്നീട് സംസ്ഥാന സർവീസിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും പ്രധാന തസ്തികയിലൊന്നും പിണറായി സർക്കാർ അടുപ്പിച്ചില്ല. സതീശൻ സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം ആഭ്യന്തര വകുപ്പിൽ നിന്നിറങ്ങിയ ആദ്യത്തെ ഉത്തരവ് തന്നെ ഷൗക്കത്ത് അലിയെ തലവനാക്കി ഗൺമാന്മാരുടെ പ്രത്യേക രക്ഷാപ്രവർത്തനം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ആലപ്പുഴയിൽ നവകേരള യാത്ര നടക്കുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ മർദ്ദിച്ചതിനെയാണ് അന്നത്തെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. സംഗതി പിന്നീട് കേസായി. ആ കേസ് അന്വേഷിക്കാൻ ഇപ്പോൾ പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചു. DYSP അടക്കം 5 ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് AP ഷൗക്കത്ത് അലിയാണ് എന്നതുകൊണ്ട് തന്നെ ഒരിക്കൽ ക്ലീൻ ചിറ്റ് നൽകി തള്ളിക്കളഞ്ഞ കേസിന്റെ അന്വേഷണം CPM-ന് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം എടുത്ത തീരുമാനമാണ് രക്ഷാപ്രവർത്തനത്തിന്റെ പുനരന്വേഷണം എന്നത്. കേസ് അന്വേഷിക്കാൻ CPM-ന്റെ കണ്ണിലെ കരടായ SP ഷൗക്കത്ത് അലിയെ തന്നെ നേതൃത്വം ഏൽപ്പിച്ചതിലൂടെ സതീശൻ നൽകുന്ന സന്ദേശവും കിറുകൃത്യമാണ്. 2024 ഡിസംബർ 15-ന് നവകേരള യാത്രയുടെ ബസ് ആലപ്പുഴയിലൂടെ കടന്നു പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ കാത്തുനിന്ന അന്നത്തെ KSU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി
അജയ് ജുവർ കുര്യക്കോസ് എന്നിവർ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ പ്രത്യേകതരം രക്ഷാപ്രവർത്തനത്തിന് ഇരയായത്. ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥൻ എസ് സന്ദീപും ചേർന്ന് ഇരുവരെയും നടു റോഡിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചു. യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. പക്ഷേ കേസെടുക്കാൻ ആദ്യം പോലീസ് തയ്യാറായില്ല. ഇതോടെ കേസ് എടുപ്പിക്കാനായി കോടതിയിൽ പോയി. കോടതി ഇടപെട്ടതോടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായി. അപ്പോഴും കുറ്റവാളികളെ രക്ഷിച്ചെടുക്കാനായിരുന്നു CPM സർക്കാരിനും പോലീസിനും തിടുക്കം. കേരളം മുഴുവൻ ആ ക്രൂരതയുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോഴും പിണറായി വിജയൻ മാത്രം അത് കണ്ടില്ലായിരുന്നത്രേ. കോടതിയെ പേടിച്ച് കേസെടുത്ത ശേഷവും പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായില്ല. അനിൽകുമാറും സന്ദീപും പിണറായിയുടെ ചിറകിന് താഴെ സുരക്ഷിതമായി ഉണ്ടുറങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴും പിണറായിയുടെ ചിറകിനടിയിൽ സുരക്ഷിതരാകുമെന്ന് കരുതി പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരാക്കണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം SIT റിപ്പോർട്ട് എന്തായാലും അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടുമെന്ന് ഉറപ്പാണ്. അന്വേഷണത്തിൽ ഗൺമാന്മാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ വകുപ്പ് തല അന്വേഷണവും ക്രിമിനൽ നടപടിയും നേരിടേണ്ടി വരുമെന്നതും യാഥാർത്ഥ്യമാണ്. അത് പേടിച്ചു തന്നെയാണ് ഇരുവരും പിണറായിയുടെ ചിറകിനുള്ളിൽ ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നത്. പിണറായിയെ കരിങ്കൊടി കാണിച്ചതിന് ഗൺമാൻ അടിച്ച AD തോമസ് ഇന്ന് ആലപ്പുഴ MLA ആണ്. അടികൊണ്ടിട്ടും തോമസ് അടക്കം അടികിട്ടിയവർ പരാതിപ്പെട്ടിട്ടും കേസെടുക്കാൻ തയ്യാറാകാതിരുന്ന പോലീസ് പിന്നെ കോടതിയെ പേടിച്ച് കേസെടുത്തുവെങ്കിലും ഗൺമാന്മാരെ വെള്ളപൂശുന്ന റിപ്പോർട്ടാണ് ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് നൽകിയത്. ദൃശ്യങ്ങൾ സഹിതം പരാതിക്കാരൻ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയപ്പോൾ വെള്ളപൂശിയ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. ഈ ഉത്തരവ് ആയുധമാക്കിയാണ് സതീശൻ പുനരന്വേഷണത്തിന്റെ താക്കോൽ ഷൗക്കത്ത് അലിക്ക് കൈമാറിയത്. താക്കോൽ കൈമാറി കിട്ടിയതോടെ ദ്രുതഗതിയിൽ ഷൗക്കത്ത് അലി മുന്നോട്ടു പോകൽ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അന്വേഷണ സംഘം ബുധനാഴ്ച യോഗം ചേർന്ന് തുടർ നടപടി ചർച്ച ചെയ്തു. വ്യാഴാഴ്ചയും യോഗം ചേരും. കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് ഫയലുകളും സംഘം പരിശോധിക്കുന്നുണ്ട്. ആദ്യം കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി എടുത്തേക്കുമെന്നും സൂചനയുണ്ട്. മർദ്ദന ദൃശ്യമടങ്ങിയ മൊബൈൽ ഫോണിന്റെ പരിശോധനാ റിപ്പോർട്ട് വേഗത്തിലാക്കാൻ ഫോറൻസിക് ലാബിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പുനരന്വേഷണത്തിന് പ്രത്യേക സംഘം വന്നുവെങ്കിലും പോലീസ് സേനയിലെ ഭരണാനുകൂല സംഘടന അതൃപ്തിയിൽ തന്നെയാണ്. മുൻപ് കേസ് അന്വേഷിക്കുകയും പ്രതികൾക്ക് അനുകൂലമായി ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥൻ സംസ്ഥാന ക്രൈംബ്രാഞ്ചിലുണ്ട്. ഇദ്ദേഹത്തിന് തന്നെയായിരുന്നു കേസിന്റെ ആദ്യഘട്ടത്തിൽ പുനരന്വേഷണ ചുമതല നൽകിയത്. അതുകൊണ്ട് തന്നെ തലമാറിയതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. അടിമുടി ഉടച്ചു വാർത്തല്ലാതെ നീതിയുക്തമായ അന്വേഷണം നടക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇടതനുകൂല സംഘടനയിൽപ്പെട്ടവരും നേതാക്കളുമാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിലും IBയിലും ഉൾപ്പെടെ സ്പെഷ്യൽ യൂണിറ്റുകളിൽ പ്രധാന തസ്തികകളിൽ ജോലി ചെയ്യുന്നത് എന്നതിനാൽ താഴെത്തട്ടിൽ കേസന്വേഷണ വിവരങ്ങൾ ചോരാനും വീഴ്ച വരാനും സാധ്യതയുണ്ട് എന്നാണ് ഒരു വിഭാഗം ആശങ്കപ്പെടുന്നത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റ് പോലീസുകാരും കാട്ടിയത് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ കിട്ടിയിട്ടും നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. അന്നത്തെ മുഖ്യമന്ത്രി പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളിലൂടെ പോലും നിരപരാധികളെ പോലീസുകാർ മർദ്ദിച്ചു എന്നത് പുറത്തു വന്നു. പക്ഷേ സമ്മർദ്ദമേറെ വന്നപ്പോൾ കണ്ണിൽ പൊടിയിടാൻ ചില നടപടികൾ സ്വീകരിച്ചു എന്നതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. ഇത്തരം നടപടിയില്ലായ്മയാണ് ഗൺമാനും മറ്റുള്ളവർക്കും എന്തും ചെയ്യാനുള്ള ധൈര്യം നൽകിയത്. കഴിഞ്ഞ വർഷം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MP ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അഭിലാഷ് ഡേവിഡ് പുറത്താക്കൽ നോട്ടീസ് ലഭിച്ച ആളായിരുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നോട്ടീസ് നൽകിയെങ്കിലും ഭരണാനുകൂലിയായതിനാൽ തുടർ നടപടികൾ മന്ദഗതിയിലാക്കി നോട്ടീസ് ഒഴിവാക്കി. മുൻപ് ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷൻ നേരിട്ട ആൾ കൂടിയാണ് ഇദ്ദേഹം. അത്രയും ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിട്ടും CPM പ്രവർത്തകനായിരുന്നു എന്ന പേരിൽ പിണറായി വിജയൻ അയാളെ സംരക്ഷിച്ചു. അത്തരം നടപടികൾ പാർട്ടിയെ ഭരണത്തിൽ നിന്ന് മാറ്റുമെന്ന ചിന്ത ഇവർക്കുണ്ടായില്ല എന്ന് വേണം കരുതാൻ. ഭരണം മാറിയപ്പോൾ പഴയ സംഭവങ്ങൾ വീണ്ടും അന്വേഷിക്കുകയാണ്. ഭരണത്തിലും പോലീസിലും ജനങ്ങളുടെ വിശ്വാസം തിരികെ കൊണ്ടുവരാൻ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷ കൂടി ഇനി ഉറപ്പാക്കണം.